ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാർമോണിക് കോൺജുഗേറ്റ് കാണാനുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. അപ്പോൾ അതുപോലെയുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ എക്സസൈസിലുണ്ട്. അത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യണം. അത് ഹാർമോണിക് കോൺജുഗേറ്റ് കാണാനുള്ള ഒരു പ്രോബ്ലം മസ്റ്റായിട്ടും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിമാർക്ക്, ഇഫ് വി ഈസ് എ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു ഇൻ സം ഡൊമൈൻ, ഇറ്റ് ഈസ് നോട്ട് ഇൻ ജനറൽ ട്രൂ ദാറ്റ് യു ഈസ് എ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് വി. അപ്പം നമ്മൾ സാധാരണ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഐ ബി ന്റെ കോൺജുഗേറ്റ് ആണ് എ മൈനസ് ഐ ബി എന്നുള്ളത് പറയും. അപ്പോൾ എ മൈനസ് ഐ ബിയുടെ കോൺജുഗേറ്റ് എ പ്ലസ് ഐ ബി ആയിരിക്കും. അപ്പം രണ്ടും പരസ്പരം കോൺജുഗേറ്റുകളായിരിക്കും. കോൺജുഗേറ്റ് ടു ഈച്ച് അതർ ആണ് സാധാരണ രീതിയിൽ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കോൺജുഗേറ്റ്സ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ഹാർമോണിക് കോൺജുഗേറ്റ് അങ്ങനെയല്ല. വി എന്നുള്ളത് യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് എങ്കിൽ ജനറലി യു മേ നോട്ട് ബി the harmonic conjugate of V. If V is harmonic conjugate of U, does not imply that U is harmonic conjugate of V. For example ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ U equal to x square minus y square and V equal to 2xy എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം യുവും വിയും ഹാർമോണിക് ആണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് ഷോ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ U is harmonic conjugate of V എന്നുള്ളത് നമുക്ക് ഷോ ചെയ്യാൻ പറ്റും. കാരണം U plus IV എന്നുള്ളത് z സ്ക്വയർ എന്നുള്ളതിന് തുല്യമാണ്. എഫ് സെഡ് ഇസ് ഈക്വൽ ടു z സ്ക്വയർ എന്നുള്ളതിന്റെ റിയൽ പാർട്ടാണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ളത്. ഇമാജിനറി പാർട്ടാണ് 2xy എന്നുള്ളത്. അതുകൊണ്ട് വി ഈസ് ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു ആണ്. പക്ഷേ യു ഈസ് നോട്ട് എ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് വി എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം വി പ്ലസ് ഐ യു എന്നുള്ള ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ 2xy പ്ലസ് ഐ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് വരുന്നത്. ഇവിടെ ഇവ ഒരിക്കലും കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് അനലിറ്റിക് എവ്രിവെയർ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഷോ ദാറ്റ് ഇഫ് എഫ് സെഡ് ഇസ് ഈക്വൽ ടു യു plus IV is analytic, then the level curves U equal to C1 and V equal to C2 are orthogonal. Okay, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കേവുകൾ U equal to C1 and V equal to C2 are orthogonal എന്ന് പറയാൻ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത്, രണ്ട് കർവുകൾ ഓർത്തോഗണൽ ആണ് എങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് they intersect perpendicularly എന്നുള്ളതാണ്. ഓർത്തോഗണൽ എന്നുള്ളതിന്റെ രണ്ട് കേവുകൾ ഓർത്തോഗണൽ ആണ് എന്ന് പറയുമ്പോൾ, അപ്പോൾ മീറ്റ് ഓർത്തോഗണലി അല്ലെങ്കിൽ ദേ ആർ ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ അവയുടെ സ്ലോപ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. അവയുടെ സ്ലോപ്സുകളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പോൾ അതാണ് രണ്ട് കർവുകൾ യു ഈക്വൽ ടു C1 ഉം V ഈക്വൽ ടു C2 എന്നുള്ള രണ്ട് കർവുകൾ ഓർത്തോഗണൽ ആണ് എന്നുള്ളതിനെ നമുക്ക് തെളിയിക്കേണ്ടത്. അവയുടെ സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് -1 ആണ് എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എഫ് സെഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് അനലിറ്റിക് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് യു ഈക്വൽ ടു C1 എന്നുള്ള കർവ് കൺസിഡർ ചെയ്യാം. യു ഈക്വൽ ടു C1 എന്നുള്ള കർവ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം യു ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി യു ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ കിട്ടും. ഡെറിവേറ്റീവ് 0 ആണ് വരിക. അപ്പോൾ നമ്മൾ ഡി യു കണ്ടു കഴിഞ്ഞാൽ ടോട്ടൽ ഡെറിവേറ്റീവ് ഡി യു ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് യു എക്സ് ഡി എക്സ് പ്ലസ് യു വൈ ഡി വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ കിട്ടി. അപ്പോൾ ഈ ഒരു കർവിന്റെ ഇക്വേഷനെ നമുക്ക് യു എക്സ് ഡി എക്സ് പ്ലസ് യു വൈ ഡി വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ എടുക്കാൻ പറ്റും. അങ്ങനെയാണ് എങ്കിൽ ദെൻ ദി സ്ലോപ്പ്, അപ്പോൾ യു എക്സ് ഡി എക്സ് പ്ലസ് യു വൈ ഡി വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദി കർവ് ഈക്വൽ ടു നമുക്ക് എഴുതാൻ പറ്റും m1 ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദി കർവ് u ഈക്വൽ ടു C1 at xy is equal to ഇതിൽ നിന്ന് dy by dx എന്നുള്ള ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മൈനസ് ux by uy എന്ന് കിട്ടും. അപ്പോൾ dy by dx is equal to മൈനസ് ux by uy എന്ന് കിട്ടി. ഇതേപോലെ തന്നെ vx is equal to C2 എന്നുള്ളതിന്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. v equal to C2 എന്നുള്ളതിന്റെ സ്ലോപ്പ് വരുന്നത് m2 എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മൈനസ് vx by vy എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി പ്രൊഡക്റ്റ് ഓഫ് ദി സ്ലോപ്പ് എടുക്കുക, m1 ഇൻറ്റു m2 ഈക്വൽ ടു മൈനസ് ux ബൈ uy ഇൻറ്റു മൈനസ് vx ബൈ vy. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ കോഷി റീമാൻ ഇക്വേഷൻസ് CR ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. നമുക്ക് തന്നിട്ടുണ്ട് u പ്ലസ് ഐ വി ഈസ് അനലിറ്റിക് എന്നുള്ളത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് CR ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ux ഇസ് ഈക്വൽ ടു നമുക്ക് vy എന്നുള്ളത് കൊടുക്കാം, uy ഈക്വൽ ടു മൈനസ് vx എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ vy ക്യാൻസൽ ചെയ്തു, മൈനസ് vx ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി -1 കിട്ടും. This shows that the product
of the gradients of u equal to c1 and v equal to c2 at common points intersect in the common points of intersection is -1. So the curves u equal to c1 and v equal to c2 cuts orthogonally. ഇപ്പൊ രണ്ട് കേവുകൾ ഓർത്തോഗണൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സിലെല്ലാം അവയുടെ തമ്മിലുള്ള സ്റ്റോപ്പുകളുടെ അവ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. മീറ്റ് ചെയ്യുന്ന പോയിന്റ്സിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. അവയുടെ സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പോൾ അത് ഷോ ചെയ്തു. അത്രയാണുള്ളത്. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്തതിന് ഒരു ജസ്റ്റ് ഒന്ന് ഒരു റിമാർക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദി above problem establishes that u and v are two harmonic functions that comprise the real and imaginary part of an analytic function fz. Then the level curves u equal to c1 and v equal to c2 from two orthogonal families of curve. അപ്പം നമ്മൾ യു ആൻഡ് വി ആർ എന്ന് പറയുന്നത് രണ്ട് ഒരു അനലിറ്റിക് ഫങ്ഷൻസിന്റെ രണ്ട് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ആണ് എങ്കിൽ നമുക്കറിയാം യു ആൻഡ് വി ആർ ഹാർമോണിക് ആയിരിക്കും ആൻഡ് വി ഈസ് ദി ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ യുവും വിയും ഓർത്തോഗണൽ ഫാമിലീസ് ഓഫ് കർവിന്റെ പാർട്ടാണ് വരുന്നത്. അതായത് യു ഈക്വൽ ടു c1 ആൻഡ് യു ഈക്വൽ ടു വി ഈക്വൽ ടു c2 എന്നുള്ളത് കട്ട് ചെയ്യുന്നത് ഓർത്തോഗണൽ ആയിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് അതിന് കേവുകൾ എടുത്തു കഴിഞ്ഞാൽ എഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഒരു അനലിറ്റിക് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു c1 ആൻഡ് വൈ ഈക്വൽ ടു c2 എന്നുള്ള ഫോമിൽ എടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു c1 എന്ന് പറയുന്നത് എക്സ് ആക്സിന് എക്സ് ഈക്വൽ ടു c1 എന്ന് പറയുന്നത് വൈ ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ് വരുന്നത്. വൈ ഈക്വൽ ടു c2 എന്ന് പറയുന്നത് എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ് വരുന്നത്. അപ്പോൾ അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലെല്ലാം പരസ്പരം എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഇലക്ട്രോണിക്സിൽ ഇങ്ങനെ വരുന്ന കേവുകളെ നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ കേവ്സ് എന്ന് പറയുന്നുണ്ട്. ഇതിന് ഫിസിക്കലി വളരെയധികം ഇമ്പോർട്ടൻസുകൾ വരുന്നുണ്ട്. ഇതിൽ വരുന്ന സപ്ലിമെന്ററി പ്രോബ്ലംസ് നിങ്ങൾക്ക് സാറ് തന്ന ഹോംവർക്കായിട്ട് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്യണം. ഓക്കെ, താങ്ക് യു.